ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മുടക്കല് ബൈപ്പാസ് പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. 120 കോടി രൂപയുടെ സാമ്പത്തികാനുമതിയാണ് മുടക്കല് ബൈപ്പാസ് പദ്ധതിക്ക് സർക്കാർ അനുവദിച്ചതെന്ന് മാത്യു കുഴൽനാടൻ MLA. മുറിക്കല്ല് ബൈപ്പാസ് പദ്ധതിയുടെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLA. നിലവിൽ പദ്ധതി പ്രകാരം വൃത്തിയാക്കുന്ന ജോലികളും കോൺക്രീറ്റ് ബാച്ചിംഗ് പ്ലാന്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമാണ് നടക്കുന്നത്. പൈലിംഗ് ജോലികളും ലാൻഡ് സ്പാൻ കോൺക്രീറ്റ് പ്രവൃത്തിയും ഇതിനുശേഷം ആരംഭിക്കും. 120 കോടി രൂപയുടെ സാമ്പത്തികാനുമതിയാണ് മുറിക്കല്ല് ബൈപ്പാസ് പദ്ധതിക്ക് സർക്കാർ അനുവദിച്ചത്. സിവിൽ പ്രവർത്തികൾ നിർവഹിക്കുവാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി 55.43 കോടി രൂപയ്ക്കാണ് പദ്ധതി ഏറ്റെടുത്തത്. എംസി റോഡിലെ 130 ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പദ്ധതി ദേശീയപാതയിൽ കടാതി വരെ 2.24 കിലോമീറ്റർ നീളത്തിലാണ് നിർമ്മിക്കുന്നത്. 18.5 മീറ്റർ വീതി ബൈപ്പാസ് റോഡിന് ഉണ്ടാകും. നിലവിലെ സാഹചര്യമനുസരിച്ച് പദ്ധതിക്ക് ആവശ്യമായ 95% ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞതായി മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. മുറിക്കല്ല് ബൈപ്പാസ് എന്ന സ്വപ്നത്തിന് ഒരിക്കൽ കൂടി നമ്മൾ ചിറക് മുളപ്പിക്കുകയാണ്. ഏറെക്കാലമായി പരിശ്രമിച്ചു വരുന്ന, ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന, ഏറെക്കാലമായി നമ്മളെല്ലാവരും ചേർന്ന് പരിശ്രമിക്കുന്ന മുറിക്കല്ല് ബൈപ്പാസിൻ്റെ പുനർനിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള 2 പ്ലാന്റ് ഇറക്ഷനാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്നത്. പ്ലാന്റ് ഇറക്റ്റ് ചെയ്ത് ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് തുടങ്ങാൻ തയ്യാറാവുന്ന മുറയ്ക്ക് ബഹുമാനായ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ നേരിൽ വന്ന് ഈ ബൃഹത്തായ പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും. ആ സമയത്ത് നഗരത്തിലെയും അല്ലെങ്കിൽ മറ്റ് ഈ ബന്ധിപ്പിക്കുന്ന പഞ്ചായത്തിലെയും ഒക്കെ എല്ലാവരും ചേർന്ന് നമുക്കതൊരു വലിയ ആഘോഷമായി തന്നെ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സമയബന്ധിതമായി ഈ വർക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ലാൻഡ് അക്വിസിഷൻ മുഴുവൻ പൂർത്തീകരിച്ചു. ഡിസൈനിലെ ചെറിയ മാറ്റങ്ങൾ ഇപ്പോഴും ഇനിയും ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അത് തീരുന്ന മുറയ്ക്ക് ഫുൾ ഫ്ലഡ്ജിൽ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. മുറിക്കല്ല് ബൈപ്പാസ് എന്ന മൂവാറ്റുപുഴയുടെ ദീർഘകാലത്തെ സ്വപ്നം അത് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ഏറെ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് ആത്മവിശ്വാസത്തോടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സ്റ്റഡീസ് ആണ് പദ്ധതിക്കായി സാമൂഹിക ആഘാത പഠനം നടത്തിയത്. മാത്യു കുഴൽനാടൻ MLA പദ്ധതി പ്രദേശം സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മാത്യൂസ് വർക്കി, ഷെൽമി ജോൺസ്, KRFB ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോൾ തോമസൺ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹ്സിന M എന്നിവർ MLAയോടൊപ്പം സന്ദർശനം നടത്തി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.